പക്ഷെ അവിടെയും ഈ സെയിൽസ് ടീമിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്തില്ല. നമ്മൾ ആക്ച്വലി നമ്മൾ കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങിയപ്പോൾ വാട്ട് വി ഡിഡ് വാസ് സെയിൽസ് ടീമിനെ കൂടുതൽ എന്താ പറയുക സിസ്റ്റം ഓറിയൻറ്റഡ് ആക്കി എന്നുള്ളതാണ്. ഒരു ലീഡ് പോലും വിളിക്കാതിരിക്കണില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തി. ഇപ്പം ഇന്നലെ നമ്മളെടുത്ത തീരുമാനം അരമണിക്കൂറിനുള്ളിൽ അവർക്ക് കോള് പോകണം എന്നുള്ളതായിരുന്നു. സോ ഇതൊരു റെസ്പെക്റ്റും കൂടെയാണല്ലേ, കാരണം ഒരു ആവശ്യമുള്ള ഒരു കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ആ ആവശ്യത്തിന് എത്രയും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യാന്നുള്ളൊരു റെസ്പെക്റ്റും കൂടെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. യെസ് യെസ്. അപ്പം ഇനി 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 എന്താ അടുത്ത ഇമ്പ്രൂവ്മെന്റ്? ഇത് മാത്രം പോരാ. നമുക്കൊരാളെ ലീഡ് വന്നു കഴിഞ്ഞാൽ അവരുടെ എക്സ്പെക്ടേഷനിൽ ഫാസ്റ്റായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വി ആർ ട്രൈയിങ് വിത്തിൻ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കോൾ ഓട്ടോ ജനറേറ്റഡ് ആവും. അപ്പം അത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതൊരു ഫൈനൽ സ്റ്റേജിൽ കിടക്കുകയാണ്. അതായത് ഇപ്പം പോളിസി ബസാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് വിത്തിൻ എ വീക്ക് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടും. രണ്ടാമത്തെ പാർട്ട്, നമുക്കൊരു ലീഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു വാട്സപ്പ് മെസ്സേജ് പോകും. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ലീഡ് വന്ന സ്റ്റേജ് അപ്പം തന്നെ പോകും. ഇപ്പോൾ ഞാൻ അതിൽ തന്നെ ഇമെയിലിൻ്റെ പാർട്ടും കൂടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇമ്മീഡിയറ്റ്ലി ഇമെയിൽ പോവും, വാട്സപ്പ് പോവും, കോള് പോവും. സോ ഇത് മൂന്ന് നമ്മൾ ചെയ്യുന്നതിന് പകരം പിറ്റന്നാൾ വിളിക്കുന്നതും അല്ലെങ്കിൽ അന്ന് തന്നെ ഒരു 4-5 മണിക്കൂർ ഗ്യാപ്പ് എടുത്ത് വിളിക്കുന്നതും തമ്മിലുള്ള കൺവേർഷൻ പെർസെൻറ്റേജ് വളരെ ബെറ്റർ ആവും. കാരണം ആ ഒരു കസ്റ്റമർ വേറൊരു സർവീസുകളിലേക്കോ ഇതിലേക്കോ എത്തുന്നതിന് മുമ്പേ നമ്മൾ ഫസ്റ്റ് ലെവൽ ഇൻട്രാക്ഷൻ നമ്മുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളും നമ്മുടെ ബ്രോഷറും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നതിലൂടെ അവരായിട്ടൊരു ഫസ്റ്റ് ലെവൽ പാർട്ട് നമ്മുടെ കഴിഞ്ഞു എന്നുള്ള കംപ്ലീറ്റ്ലി യൂസിങ് ടെക്നോളജി.